അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തും മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബി വ ഉഖറു മുതശാബിഹാത്ത്. فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب. صدق الله العلي العظيم. കഴിഞ്ഞ 6 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞത് അൽ ഹയ്യായ അൽ ഖയ്യൂമായ, സ്വയം ജീവനുള്ള ജീവിക്കുന്നവനായ മറ്റെല്ലാറ്റിനെയും സംരക്ഷിക്കുന്നവനായ, അൽ അസീസായ അൽ ഹക്കീമായ, ഇസ്സത്തുള്ള പ്രതാപമുള്ള അതുപോലെ ഹിക്മത്തുള്ളവനായ അള്ളാഹുവാണ് താങ്കളുടെ മേൽ കിതാബിനെ ഇറക്കിയത്. സൂറ ബഖറയുടെ തുടക്കത്തിലും കിതാബിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ദാലിക്കൽ കിതാബ്, ആ കിതാബ് ഇതാണ്. എല്ലാ കാലത്തും അള്ളാഹു സന്മാർഗത്തിന് വേണ്ടി പ്രവാചകന്മാർക്ക് കിതാബ് നൽകിയിട്ടുണ്ട്. അതേ സന്ദേശം, അതേ നിയമം, അതേ പാരായണ ഗ്രന്ഥം അതാണിത്. എന്നിട്ട് ഹിദായത്ത് ലഭിക്കുന്നത് മുത്തഖീങ്ങൾക്കാണെന്നും, മുത്തഖീങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ സിഫത്ത് എന്താണ് എന്ന് വിശദമായിട്ട് സൂറ ബഖറയിൽ പറഞ്ഞു. അക്കൂട്ടത്തിൽ പറഞ്ഞു വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, താങ്കൾക്ക് ഇറക്കപ്പെട്ടതിൽ ഈമാനുള്ളവരാണ്. അതുപോലെ വമാ ഉൻസില മിൻ ഖബലിക, താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ടതിലും. ഇവിടെ അള്ളാഹു പറയുന്നത് താങ്കളുടെ മേൽ കിതാബിനെ ഇറക്കിയത് അവനാണ്, മുമ്പ് തൗറാത്തും ഇഞ്ചീലും സന്മാർഗമായിക്കൊണ്ട് ഇറക്കിയതും അവനാണ്. മാത്രമല്ല വൻസൽ അൽ ഫുർഖാൻ, അവൻ അവതരിപ്പിച്ചത് കിതാബ് മാത്രമല്ല, സത്യവും അസത്യവും എന്താണെന്ന് വ്യക്തമായി തരംതിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും അവൻ ഇറക്കിയിട്ടുണ്ട്. അവൻ ഹിദായത്തോ കിതാബോ മാത്രമല്ല ഇറക്കിയത്, ഫുർഖാനും ഇറക്കിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. നസ്സല എന്ന വാക്കാണ് കിതാബ് ഇറക്കി എന്നതിന് ഉപയോഗിച്ചത്. നസ്സല അലൈക്ക, തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ അൻസല എന്ന വാക്കാണ് ഉപയോഗിച്ചത്. രണ്ടിൻ്റെയും അർത്ഥം ഇറക്കി എന്ന് തന്നെയാണ്. പക്ഷേ നസ്സല എന്നത് കൂടുതൽ ഇൻറ്റൻസീവായ രൂപമാണ്. ഫഅല എന്ന വസിനാണ്, ഫഅല എന്ന പാറ്റേണാണ്, കൂടുതൽ ഇൻറ്റൻസീവാണ്. ചിലപ്പോൾ അതിനെ ഘട്ടം ഘട്ടമായിട്ട് ഇറക്കി എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. അൻസല എന്നതിൽ ഇറക്കി എന്ന ഒരു സെൻസ് മാത്രമാണുള്ളതെങ്കിൽ നസ്സല എന്നതിൽ വളരെ കെയർഫുള്ളി, വളരെ സൂക്ഷിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഇറക്കി എന്ന ഒരു സെൻസ് കൂടിയുണ്ട്. പക്ഷേ കിതാബിനെക്കുറിച്ച് നസ്സല എന്നും ഇഞ്ചീലിനെയും തൗറാത്തിനെയും കുറിച്ച് അൻസല എന്നും പറഞ്ഞതുകൊണ്ട് ഇഞ്ചീലും തൗറാത്തും ഒറ്റയടിക്ക് ഇറക്കിയതാണെന്നും പരിശുദ്ധ ഖുർആൻ ഘട്ടം ഘട്ടമായിട്ട് ഇറക്കിയതാണ് എന്നും ചില ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് ശരിയല്ല എന്ന് ഇബ്നു അശൂർ റഹ്മത്തുള്ളാഹി വ്യക്തമാക്കുന്നു. അദ്ദേഹം പറയുന്നു, ഒരൊറ്റ കിതാബും അള്ളാഹു ഒറ്റയടിക്ക് ഇറക്കിയതായിട്ട് നമുക്കറിയില്ല. എല്ലാ കിതാബും എല്ലാ പ്രവാചകന്മാർക്കും ഘട്ടം ഘട്ടമായിട്ട് തന്നെയാണ് ഇറക്കിയത്. അതുകൊണ്ട് ഇവിടെ നസ്സല എന്നും അൻസല എന്നും ഉപയോഗിച്ചെങ്കിലും ഒന്ന് ഘട്ടം ഘട്ടമായിട്ട് ഇറക്കിയതുകൊണ്ടും മറ്റൊന്ന് ഒറ്റയടിക്ക് ഇറക്കിയതുകൊണ്ടുമല്ല, മറിച്ച് ഖുർആനിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇൻറ്റൻസീവായ നസ്സല എന്നത് ഉപയോഗിച്ചത് അത് വളരെ സവിശേഷതയോടുകൂടെ സത്യാസത്യ വിവേചന ഗ്രന്ഥമായിക്കൊണ്ട്, ഒരു പരിപൂർണ ഗ്രന്ഥമായിക്കൊണ്ട് അള്ളാഹു ഇറക്കി, വളരെ പ്രത്യേകതയോടുകൂടെ ശ്രദ്ധയോടെ ഇറക്കി എന്ന ഒരു സെൻസ് നൽകാനാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നസ്സല അലൈക്കൽ കിതാബ അഹമ്മ മിൻ ഖൗലിഹി വ അൻസല തൗറാത്ത. നസ്സലൽ കിതാബ എന്നുള്ളത് അൻസല തൗറാത്ത എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ, കൂടുതൽ സവിശേഷമായ ഒരു പ്രയോഗമാണ്. ലിദ്ദലാലത്തി അല ഇളമിഷ ഇനി നുസൂലിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയതിൻ്റെ സവിശേഷതയെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ ഉപയോഗിച്ചത്. നസ്സല എന്ന വർബ് ഘട്ടം ഘട്ടമായിട്ടല്ലാതെ ഒറ്റയടിക്ക് ഇറക്കുന്നതിനും ഉപയോഗിക്കുമെന്ന് ഖുർആനിൽ തന്നെ തെളിവുള്ളതാണ്. ഖുർആൻ പറയുന്നുണ്ട്, വഖാലല്ലദീന കഫറു
നിഷേധികളായ ആളുകൾ പറയുന്നു, ലൗലാ നുസ്സില അലൈഹിൽ ഖുർആാനു ജുംലത്തൻ വാഹിദ, ഖുർആൻ ഒറ്റയടിക്ക് എന്തുകൊണ്ടാണ് ഇറക്കപ്പെടാത്തത്? അങ്ങനെ പറയുന്നിടത്ത് അള്ളാഹു ഉപയോഗിച്ച വാക്ക് നുസ്സില എന്നാണ്. നസ്സലയുടെ പാസീവായ രൂപമാണ്. ഇവിടെ ഒറ്റയടിക്ക് ഇറക്കുന്നതിനാണ് ഈ പ്രയോഗം വന്നിട്ടുള്ളത്. അതുകൊണ്ട് നസ്സല എന്ന വാക്ക് ഘട്ടം ഘട്ടമായിട്ട് ഇറക്കി എന്നതിന് മാത്രമേ പ്രയോഗിക്കൂ എന്നത് ശരിയല്ല എന്ന് അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു അശൂർ റഹ്മത്തുള്ളാഹി പറയുന്നു. ആലു ഇമ്രാനിലെ 3-ാമത്തെ ആയത്തിൽ കിതാബ് താങ്കൾക്ക് ഇറക്കി എന്ന് പറയുമ്പോൾ നസ്സല എന്ന രൂപവും, അതിനു മുമ്പ് തൗറാത്തും ഇഞ്ചീലും ഇറക്കി എന്ന് പറയുമ്പോൾ അൻസല എന്ന രൂപവുമാണ് ഉപയോഗിച്ചത്. തൗറാത്തിനെക്കുറിച്ച് വിശദമായിട്ട് സൂറ അൽ ബഖറയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇഞ്ചീൽ എന്നത് ഈസാ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടതാണ്. ഈസാ അലൈഹിസ്സലാമിൻ്റെ ജനനം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ, അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന, അദ്ദേഹത്തിന് ശേഷം ശിഷ്യന്മാർ പഠിപ്പിച്ചിരുന്ന, അവരെ അവലംബിച്ചുകൊണ്ട് പിൽക്കാലത്ത് എഴുതി വച്ചിരുന്ന കാര്യങ്ങൾക്കാണ് ഇഞ്ചീൽ എന്ന് പറയുന്നത്. ഗ്രീക്ക് ഭാഷയിലെ ഇവാഞ്ചേലിയോൻ എന്ന വാക്കിൽ നിന്നാണ് അറബിയിലേക്ക് ഇഞ്ചീൽ എന്ന വാക്ക് വരുന്നത്. ഈസാ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് റോമക്കാരാണ് ഭരിച്ചിരുന്നത്. അവരുടെ ഭാഷ ഗ്രീക്ക് ഭാഷയാണ്. അതുകൊണ്ട് ഈസാ അലൈഹിസ്സലാമിൻ്റെ ശിഷ്യന്മാർക്ക് ശേഷം വന്ന ആളുകൾ ഈസാ അലൈഹിസ്സലാമിനെക്കുറിച്ച് എഴുതി വെച്ചതൊക്കെ ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിൽ ആഞ്ചലോസ് എന്ന് പറഞ്ഞാൽ മെസഞ്ചർ, ഏഞ്ചൽ എന്നാണ് അർത്ഥം, സന്ദേശം നൽകുന്ന ആൾ, ആഞ്ചലോസ്. ആഞ്ചലിയോൻ എന്ന് പറഞ്ഞാൽ മെസ്സേജ് എന്നാണ്. ഈവ് എന്ന വാക്കിൻ്റെ അർത്ഥം ഗുഡ് എന്നാണ്, നല്ലത് എന്നാണ്. ഇവാഞ്ചലിയോൻ എന്ന് പറഞ്ഞാൽ നല്ല സന്ദേശം, ഗുഡ് മെസ്സേജ് എന്നാണ് അർത്ഥം. അതിനെയാണ് ഇംഗ്ലീഷിൽ ഗോസ്പൽ എന്ന് പറയുന്നത്. ഗുഡ് സ്പെൽ എന്നതിനെ ചുരുക്കിയിട്ടാണ് ഗോസ്പൽ എന്നായത് എന്ന ഒരു വാദമുണ്ട്. മലയാളത്തിൽ സുവിശേഷം എന്ന് പറയും, നല്ല വാർത്ത. ഇവാഞ്ചലിയോൻ എന്നതിൻ്റെ മലയാള പരിഭാഷയാണ്, നേരിട്ടുള്ള മലയാള പരിഭാഷയാണ് സുവിശേഷം. ഇവാഞ്ചലിയോൻ്റെ അറബി രൂപമാണ് ഇഞ്ചീൽ എന്നത്. നല്ല സന്ദേശം എന്നാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. ഈസാ അലൈഹിസ്സലാമിൻ്റെ ശിഷ്യന്മാർ പലരും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജനനം മുതലുള്ള കാര്യങ്ങളും അതുപോലെ അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളുമൊക്കെ മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അത് കൂടുതലും പ്രസംഗമായിരുന്നു. ഏതെങ്കിലും ശിഷ്യന്മാർ എഴുതി വച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ചരിത്രപണ്ഡിതന്മാർക്ക് ഉറപ്പില്ല. എന്നാൽ ഓരോ ശിഷ്യന്മാരെയും അവലംബിച്ചുകൊണ്ട് ആ ശിഷ്യന്മാരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ലഭിച്ചതാണ് എന്ന പേരിൽ ഒരുപാട് സുവിശേഷങ്ങൾ നിലനിന്നിരുന്നു. പല പേരിലുള്ള സുവിശേഷങ്ങൾ നിലനിന്നിരുന്നു. ആ സുവിശേഷങ്ങളിലൊക്കെ ഈസാ അലൈഹിസ്സലാമിനെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. പിന്നീട് സഭയ്ക്കുള്ളിൽ വിശ്വാസികൾക്കിടയിൽ പല തർക്കങ്ങളും രൂപപ്പെട്ടപ്പോൾ 4 സുവിശേഷങ്ങൾക്ക്, 4 ശിഷ്യന്മാരുടെ പേരിലുള്ള സുവിശേഷങ്ങൾക്ക് മാത്രം പ്രാമാണികത നൽകപ്പെട്ടു. ആ 4 സുവിശേഷങ്ങളാണ് പുതിയ നിയമപുസ്തകത്തിൻ്റെ, ക്രിസ്ത്യൻ ബൈബിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിലാദ്യമുള്ളത് ഗോസ്പൽ ഓഫ് മാത്യു, മത്തായിയുടെ സുവിശേഷം. പിന്നെ ഗോസ്പൽ ഓഫ് മാർക്ക്, മാർക്കോസിൻ്റെ സുവിശേഷം. അതുപോലെ ഗോസ്പൽ ഓഫ് ല്യൂക്ക്, ലൂക്കോസിൻ്റെ സുവിശേഷം. അവസാനമായിട്ട് 4-മതായിട്ടുള്ളത് ഗോസ്പൽ ഓഫ് ജോൺ, യോഹന്നാൻ്റെ സുവിശേഷം. ഈ 4 സുവിശേഷങ്ങളെയാണ് കനോണിക്കൽ ഗോസ്പൽസ്, പ്രാമാണികതയുള്ള കാനോനികമായ സുവിശേഷങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഇതല്ലാത്ത അനേകം സുവിശേഷങ്ങളും നിലനിൽക്കുന്നുണ്ട്, പക്ഷേ അതിനൊന്നും പ്രാമാണികതയില്ല. ഗോസ്പൽ ഓഫ് പീറ്റർ ലഭ്യമാണ്, ഗോസ്പൽ ഓഫ് ജൂദാസ് ലഭ്യമാണ്, ഗോസ്പൽ ഓഫ് ഹീബ്രൂസ് ലഭ്യമാണ്, ഗോസ്പൽ ഓഫ് നാസറിയൻസ് ലഭ്യമാണ്. അങ്ങനെ പല പേരിലുള്ള ഗോസ്പലുകളും സുവിശേഷങ്ങളും ലഭ്യമാണ്. പക്ഷേ അതിനൊന്നും പ്രാമാണികതയില്ല. പ്രാമാണികതയുള്ള 4 ഗോസ്പലുകൾ മത്തായിയുടെയും മാർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും യോഹന്നാൻ്റെയും സുവിശേഷങ്ങളാണ്. ഈ സുവിശേഷങ്ങളൊക്കെ 1-2 നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ടതാണ്. ഈ 4 സുവിശേഷങ്ങൾക്ക് പുറമെ പുതിയ നിയമപുസ്തകത്തിൽ അഥവാ ക്രിസ്ത്യൻ ബൈബിളിലുള്ള പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികൾ. യേശുവിൻ്റെ ശേഷം, ഈസാ അലൈഹിസ്സലാമിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ കാലത്ത് നടന്ന സംഭവങ്ങളാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. അതാണ് 5-മത്തെ പുസ്തകം. പിന്നെ 13 ലെറ്റേഴ്സാണ്, 13 ലേഖനങ്ങളാണ് പൗലോസ്, സഭാപിതാവായ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായ പൗലോസ് സഭകൾക്ക് എഴുതിയ ലേഖനങ്ങളാണ്. 13 ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഉള്ളതാണ്. മറ്റൊരു ലേഖനം, ഹീബ്രൂസിന് എഴുതിയ ലേഖനം, അദ്ദേഹത്തിൻ്റെതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു.
എന്നാൽ അക്കാര്യത്തിൽ ചരിത്രപരമായ ഉറപ്പില്ല. എങ്കിലും അതും കൂടി ഉൾപ്പെടുത്തി 14 ലേഖനങ്ങൾ എന്നാണ് പറയാറ്. പൗലോസിൻ്റെ 14 ലേഖനങ്ങൾ. പിന്നെ 7 പൊതുവായിട്ടുള്ള ലേഖനങ്ങളാണ്. അവസാനമായിട്ട് ബുക്ക് ഓഫ് റവലേഷൻ, വെളിപാട് പുസ്തകം. 7 പൊതുലേഖനങ്ങളുടെ കർത്താക്കൾ, അത് എഴുതിയത് വ്യത്യസ്തരായ ആളുകളാണ്. അതിൽ പത്രോസുണ്ട്, പീറ്ററുണ്ട്, അതുപോലെ ജീസസിൻ്റെ സഹോദരനായിട്ട് അറിയപ്പെടുന്ന ജെയിംസ് അല്ലെങ്കിൽ ജേക്കബ്, അദ്ദേഹമുണ്ട്. അങ്ങനെ വ്യത്യസ്തരായ ആളുകൾ വ്യത്യസ്ത ഓഡിയൻസിന് വേണ്ടി എഴുതിയ ലേഖനങ്ങളാണ്. അവസാനമായിട്ടുള്ള വെളിപാട് അല്ലെങ്കിൽ റവലേഷൻസ് അത് ലഭിച്ചിരിക്കുന്നത് യോഹന്നാനാണ്, ജോണിനാണ്. ഇങ്ങനെ 4 ഗോസ്പൽ, പിന്നെ ഒരു അപ്പോസ്തല പ്രവർത്തികൾ 5, 14 ലേഖനങ്ങൾ 19, അതിനുശേഷം 7 പൊതുലേഖനങ്ങൾ 26, അവസാനമായിട്ട് ബുക്ക് ഓഫ് റവലേഷൻ 27. ഇങ്ങനെ 27 പുസ്തകങ്ങളാണ് പുതിയ നിയമ പുസ്തകങ്ങളിലുള്ളത്, അഥവാ ക്രിസ്ത്യൻ ബൈബിളിലുള്ളത്. ഈ 27 പുസ്തകങ്ങളുള്ള പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളാണ് ഈവഞ്ചേലിയോൻ അഥവാ ഇഞ്ചീൽ എന്ന് പറയുന്നത്. ഇതിൽ മത്തായിയുടെ സുവിശേഷവും മാർക്കിൻ്റെ സുവിശേഷവും മാർക്കോസിൻ്റെ സുവിശേഷവും ലൂക്കോസിൻ്റെ സുവിശേഷവും, ഈ 3 സുവിശേഷങ്ങളെയും സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയും. പരസ്പരം സമാനതകളുള്ള ഗോസ്പൽസാണ്. ഈ 3 ഗോസ്പൽസിലും പറയുന്ന കാര്യങ്ങൾ ഒരുപാട് സമാനതകളുള്ളതാണ്. അതിന് വിരുദ്ധമായിട്ട് 4ാമത്തെ ഗോസ്പലായ യോഹന്നാൻ്റെ, ജോണിൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ആദ്യത്തെ 3 ഗോസ്പൽസിനെ, മത്തായിയുടെയും ലൂക്കോസിൻ്റെയും മാർക്കോസിൻ്റെയും സുവിശേഷങ്ങളെ സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയും. ഇതിൽ ഏതാണ് ആദ്യത്തേത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ബൈബിളിലെ പുസ്തകങ്ങളുടെ ക്രമനമ്പർ അനുസരിച്ച് ആദ്യത്തേത് മത്തായിയുടെ സുവിശേഷമാണ്. എന്നാൽ ആധുനിക പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മാർക്കിൻ്റെ സുവിശേഷമാണ് ആദ്യമുണ്ടായത്. അതിനെ മാർക്കൻ പ്രയോറിറ്റി എന്നാണ് ബൈബിൾ പഠനങ്ങളിൽ പറയാറുള്ളത്. മാർക്കിൻ്റെ സുവിശേഷത്തെ അവലംബിച്ചുകൊണ്ടാണ് മാത്യുവിൻ്റെയും ലൂക്കിൻ്റെയും സുവിശേഷം ഉണ്ടായത്. മാർക്കിൻ്റെ സുവിശേഷത്തിന് പുറമെ മറ്റൊരു സോഴ്സിനെയും കൂടെ അവലംബിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനെ ഹൈപ്പോത്തറ്റിക്കലി ക്യൂ സോഴ്സ് എന്നാണ് പറയാറുള്ളത്. അങ്ങനെ മാർക്കിനെയും ക്യൂ സോഴ്സിനെയും അവലംബിച്ചുകൊണ്ടാണ് മാത്യുവിൻ്റെയും ലൂക്കിൻ്റെയും സുവിശേഷമുണ്ടായത്. യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നൈൻ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു സെക്ട്, ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന സുവിശേഷങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനം. അതിൽ നിന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഇവിടെ 3ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വഅൻസല തൗറാത്ത വൽ ഇഞ്ചീല, തൗറാത്തും ഇഞ്ചീലും അവൻ ഇറക്കി. അടുത്ത ആയത്തിൽ മിൻ ഖബ്ലു ഹുദല്ലിന്നാസി വഅൻസലൽ ഫുർഖാൻ, മുമ്പ്, ഖുർആനിന് വളരെ മുമ്പ് ജനങ്ങൾക്ക് സന്മാർഗമായിക്കൊണ്ട് വഅൻസലൽ ഫുർഖാൻ, അവൻ ഫുർഖാനും അവതരിപ്പിച്ചു. ഇന്നല്ലദീന കഫറൂ ബി ആയാത്തില്ലാഹി ലഹും അദാബുൻ ഷദീദ്, അള്ളാഹുവിൻ്റെ ആയത്തുകളോട് കുഫർ കാണിക്കുന്നവർ അവർക്കുണ്ട് ശക്തമായ അദാബ്. വല്ലാഹു അസീസുൻ ദുന്തിഖാം, അവൻ അസീസാണ്, മൈറ്റിയാണ്. അതുപോലെ ദുന്തിഖാം, അവൻ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവനുമാണ്. ഇന്നല്ലാഹ ലാ യഖ്ഫ അലൈഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ, നിശ്ചയം അള്ളാഹുവിൽ നിന്ന് മറയുന്നില്ല ഒന്നും ആകാശങ്ങളിലും ഭൂമിയിലും. ഹുവല്ലദീ യുസവ്വിറുക്കും, അവനാണ് നിങ്ങളെ രൂപപ്പെടുത്തിയത്, ഫിൽ അർഹാമി, ഗർഭപാത്രങ്ങളിൽ, കൈഫേഷ, അവൻ ഉദ്ദേശിച്ച വിധത്തിൽ. ലാ ഇലാഹ ഇല്ലാഹുവൽ അസീസുൽ ഹക്കീം, അസീസും ഹക്കീമുമായ അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല. അതിനുശേഷം അള്ളാഹു പറയുന്നു ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ, അവനാണ് താങ്കൾക്ക് കിതാബ് അവതരിപ്പിച്ചത്. അൻസല അല എന്നതും അൻസല ഇല എന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സൂറ ബഖറയിലൊക്കെ തുടക്കത്തിലുള്ളത് ഉൻസില ഇലൈക്ക എന്നാണ്, താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ്, താങ്കളിലേക്ക് ഇറക്കപ്പെട്ടത്. അൻസല അല എന്നത് ഇറക്കപ്പെട്ട ആളോടുള്ള ബഹുമാനത്തോടെ, അയാളുടെ ശ്രേഷ്ഠതയെ, അയാളുടെ പ്രത്യേകതയെ ഊന്നുന്ന വിധത്തിലാണ്. പക്ഷെ അൻസല അല എന്നത് താങ്കളുടെ മേൽ ഇറക്കിയത് എന്ന് പറയുന്നത് ഇറക്കപ്പെട്ട ആളുടെ ഉത്തരവാദിത്തത്തെ ഊന്നുന്ന വിധത്തിലാണ് എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത്. അൻസല അലൈക്കൽ കിതാബ, താങ്കളുടെ മേൽ റെസ്പോൺസിബിലിറ്റി ആയിക്കൊണ്ട്
കിതാബ് അവതരിപ്പിച്ചവൻ അവനാണ്. മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ, അതിലുണ്ട് മുഹ്കമായ ആയത്തുകൾ, വ്യക്തമായ ആയത്തുകൾ, വളരെ സുവ്യക്തമായ ആയത്തുകൾ അതിലുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബി, അതാണ് അസുല്, കിതാബിൻ്റെ അടിസ്ഥാനം അതാണ്. വ ഉഹറു മുത്തശാബിഹാത്ത്, മുത്തശാബിഹാത്തായ മറ്റ് ആയത്തുകളുമുണ്ട്. എന്താണ് മുഹ്കമായതും മുത്തശാബിഹത്തുമായ ആയത്തുകളെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.